ഹായ്, എല്ലാവർക്കും PYQ സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ശനിയാഴ്ച ക്ലർക്ക്, ഫീമെയിൽ വാർഡൻ, ജൂനിയർ ലബോറട്ടറി അസിസ്റ്റന്റ്, കെയർ ടേക്കർ തസ്തികകളിലേക്ക് നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. കാറ്റഗറി നമ്പർ 52/2024. അതിന്റെ പ്രൊവിഷണൽ ആൻസർ കീയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായത് രേഖപ്പെടുത്തുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായത് രേഖപ്പെടുത്തുക. 1. ശ്രീനാരായണ ഗുരു ആത്മോപദേശ ശതകം. 2. ചട്ടമ്പി സ്വാമികൾ വേദാധികാര നിരൂപണം. 3. വൈകുണ്ഠ സ്വാമികൾ പ്രാചീന മലയാളം. 4. വാഗ്ഭടാനന്ദൻ അഭിനവ കേരളം. ഇതിൽ ശരിയായിട്ടുള്ളതാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി. 1, 2, 4 എന്നിവയാണ് ശരിയായിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ സി. ശ്രീനാരായണ ഗുരു ആത്മോപദേശ ശതകം, ചട്ടമ്പി സ്വാമികൾ വേദാധികാര നിരൂപണം, വാഗ്ഭടാനന്ദൻ അഭിനവ കേരളം. ഇതാണ് ശരിയായിട്ടുള്ളത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഒന്നാം സ്വാതന്ത്ര്യ സമര കേന്ദ്രങ്ങളെയും നേതൃത്വം നൽകിയവരെയും ചേരുംപടി ചേർക്കുക. 1. കാൺപൂർ കൻവർ സിംഗ്. 2. ബീഹാർ റാണി ലക്ഷ്മിഭായ്. 3. ഡൽഹി നാനാ സാഹിബ്. 4. ഝാൻസി ബഹദൂർ ഷാ രണ്ടാമൻ. ഇതില് ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞേക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്. 1, 3 കാൺപൂർ നാനാ സാഹിബ്. 2, 1 ബീഹാർ കൻവർ സിംഗ്. ഡൽഹിയില് ബഹദൂർ ഷാ രണ്ടാമൻ. ഝാൻസിയില് റാണി ലക്ഷ്മിഭായ്. ഇതാണ് ശരിയായിട്ടുള്ളത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ഏതു സംഭവവുമായി ബന്ധപ്പെട്ടതാണ്? 1. ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. 2. പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കി. 3. 1930 ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായി കൊണ്ടാടാൻ തീരുമാനിച്ചു. ആൻസർ ഓപ്ഷൻ സി. ലാഹോർ സമ്മേളനത്തിന്റെയാണ്. ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കി. 1930 ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായി കൊണ്ടാടാൻ തീരുമാനിച്ചു. ഇതെല്ലാം ലാഹോർ സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആൻസർ ഓപ്ഷൻ സി. നാലാമത്തെ ക്വസ്റ്റ്യൻ, ചൈനയെ ആധുനികീകരിക്കാൻ സൺ യാത് സെൻ മുന്നോട്ട് വെച്ച ആശയങ്ങൾ രേഖപ്പെടുത്തുക. ചൈനയെ ആധുനികീകരിക്കാൻ സൺ യാത് സെൻ മുന്നോട്ട് വെച്ച ആശയങ്ങൾ രേഖപ്പെടുത്തുക. 1. മഞ്ജു രാജവംശത്തെയും സാമ്രാജ്യ ശക്തികളെയും പുറത്താക്കുക. 2. ജനാധിപത്യ ഭരണം സ്ഥാപിക്കുക. 3. മൂലധനം നിയന്ത്രിക്കുകയും ഭൂമി വിതരണം നടത്തുകയും ചെയ്യുക. ആൻസർ ഓപ്ഷൻ ഡി. എല്ലാം ശരിയാണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങൾ കാലഗണനാക്രമത്തിൽ രേഖപ്പെടുത്തുക. 1. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം. 2. ബോസ്റ്റൺ ടീ പാർട്ടി. 3. പാരീസ് ഉടമ്പടി. 4. ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ്. ഇത് കാലഗണനാക്രമത്തിൽ രേഖപ്പെടുത്താനാണ് പറഞ്ഞേക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്. 2, 4, 1, 3. ബോസ്റ്റൺ ടീ പാർട്ടി, ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ്, അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം, പാരീസ് ഉടമ്പടി. ഇതാണ് ശരിയായ കാലക്രമം. ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഏത് സംസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ലിക്വിഡ് മിറർ ടെലിസ്കോപ്പ് സ്ഥാപിച്ചിട്ടുള്ളത്? ഏത് സംസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ലിക്വിഡ് മിറർ ടെലിസ്കോപ്പ് സ്ഥാപിച്ചിട്ടുള്ളത്? ഉത്തരാഖണ്ഡ്. ആൻസർ ഓപ്ഷൻ ബി. ഉത്തരാഖണ്ഡ്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഭൂമിയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാന വാതകം ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഭൂമിയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാന വാതകം ഏത്? ആൻസർ ഓപ്ഷൻ എ. കാർബൺ ഡൈ ഓക്സൈഡ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ശൈത്യകാലത്ത് മഴ ലഭിക്കുന്നതിന് കാരണമായ പ്രതിഭാസം. ഇന്ത്യയിലെ ശൈത്യകാലത്ത് മഴ ലഭിക്കുന്നതിന് കാരണമായ പ്രതിഭാസം പശ്ചിമ അസ്വസ്ഥത. ഓപ്ഷൻ ബി. പശ്ചിമ അസ്വസ്ഥത. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ പെട്രോളിയം ഉൽപാദനത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത്? ഇന്ത്യയിലെ പെട്രോളിയം ഉൽപാദനത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ എ.
ഏറ്റവും വലിയ എണ്ണപ്പാടം ജാരിയാണ്. ബി ഏറ്റവും വലിയ എണ്ണപ്പാടം സുന്ദർഗഡ് ആണ്. സി ഏറ്റവും വലിയ എണ്ണപ്പാടം മുംബൈ ഹൈ ആണ്. ഡി ബിയും സിയും ശരിയാണ്. ആൻസർ ഓപ്ഷൻ എ ആണ് കൊടുത്തിരിക്കുന്നത്. 10ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലൂടെ കടന്നുപോകുന്ന ദേശീയ ജലപാത ഏതെന്ന് തിരിച്ചറിയുക. കേരളത്തിലൂടെ കടന്നുപോകുന്ന ദേശീയ ജലപാത ഓപ്ഷൻ സി ദേശീയ ജലപാത 3 NW3. 11ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ കണ്ടൽ വനങ്ങൾ കാണപ്പെടാത്ത ജില്ലകൾ ഏത്? കണ്ടൽ വനങ്ങൾ കാണപ്പെടാത്ത ജില്ലകൾ പാലക്കാട്, ഇടുക്കി. ആൻസർ ഓപ്ഷൻ എ പാലക്കാട്, ഇടുക്കി. 12ാമത്തെ ക്വസ്റ്റ്യൻ, 2024 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യം. 2024 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള രാജ്യം ഫിൻലൻഡ്. ആൻസർ ഓപ്ഷൻ സി ഫിൻലൻഡ്. 13ാമത്തെ ക്വസ്റ്റ്യൻ, ആഭ്യന്തര സമ്പദ്ഘടനയെ ലോക സമ്പദ്ഘടനയുമായി സംയോജിപ്പിക്കുന്നതിനെ ഡാഷ് എന്ന് പറയുന്നു. ആഭ്യന്തര സമ്പദ്ഘടനയെ ലോക സമ്പദ്ഘടനയുമായി സംയോജിപ്പിക്കുന്നതിനെ ഡാഷ് എന്ന് പറയുന്നു. 1 സ്വകാര്യവൽക്കരണം, 2 ആഗോളവൽക്കരണം, 3 ഉദാരവൽക്കരണം. ആൻസർ ഓപ്ഷൻ ബി ആഗോളവൽക്കരണം. 14ാമത്തെ ക്വസ്റ്റ്യൻ, 2ാം പഞ്ചവത്സര പദ്ധതി ആരുടെ ആശയത്തെ അടിസ്ഥാനമാക്കിയതാണ്? 2ാം പഞ്ചവത്സര പദ്ധതി ആരുടെ ആശയത്തെ അടിസ്ഥാനമാക്കിയതാണ്? ആൻസർ ഓപ്ഷൻ ബി PC മഹൽനോബിസ്. 15ാമത്തെ ക്വസ്റ്റ്യൻ, 2015 ജനുവരി 1 നിലവിൽ വന്ന നീതി ആയോഗിന്റെ ആസ്ഥാനം എവിടെ സ്ഥിതി ചെയ്യുന്നു? ആൻസർ ഓപ്ഷൻ ഡി ന്യൂഡൽഹി. 16ാമത്തെ ക്വസ്റ്റ്യൻ, മിനറൽ ഓയിൽ, ക്രൂഡ് ഓയിൽ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത്? മിനറൽ ഓയിൽ, ക്രൂഡ് ഓയിൽ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ഓപ്ഷൻ ബി പെട്രോളിയം. 17ാമത്തെ ക്വസ്റ്റ്യൻ, സ്റ്റോക്ക് മാർക്കറ്റിന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും നിക്ഷേപകരുടെ താൽപര്യം സംരക്ഷിക്കുകയും ചെയ്യുന്ന സ്വയംഭരണ സ്ഥാപനം ഏത്? സ്റ്റോക്ക് മാർക്കറ്റിന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും നിക്ഷേപകരുടെ താൽപര്യം സംരക്ഷിക്കുകയും ചെയ്യുന്ന സ്വയംഭരണ സ്ഥാപനം ഏത്? ഓപ്ഷൻ എ സെബി. 18ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ലോകബാങ്കിന്റെ സാമ്പത്തിക സഹായത്തോടെ നടപ്പിലാക്കി വരുന്ന സ്റ്റാർസ് പ്രോജക്ട് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? ഇന്ത്യയിൽ ലോകബാങ്കിന്റെ സാമ്പത്തിക സഹായത്തോടെ നടപ്പിലാക്കി വരുന്ന സ്റ്റാർസ് പ്രോജക്ട് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ സി സ്കൂൾ വിദ്യാഭ്യാസം. 19ാമത്തെ ക്വസ്റ്റ്യൻ, അടുത്ത 5 വർഷത്തിനുള്ളിൽ കേരളത്തിലെ എല്ലാ ഭൂരഹിത ഭവനരഹിതർക്കും സുരക്ഷിതവും മാന്യവുമായ പാർപ്പിട സംവിധാനം ഒരുക്കി നൽകുക എന്നതാണ് ഡാഷിന്റെ ലക്ഷ്യം. ആൻസർ ഓപ്ഷൻ ബി ലൈഫ് മിഷൻ പദ്ധതിയുടെ ലക്ഷ്യം. 20ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെ കുറിച്ചുള്ള സിദ്ധാന്തം ജുഡീഷ്യറി മുന്നോട്ട് വെച്ചത് ഏത് കേസിലാണ്? ആൻസർ ഓപ്ഷൻ സി കേശവാനന്ദ ഭാരതി കേസ്. ക്വസ്റ്റ്യൻ നമ്പർ 21, ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി? ആൻസർ ഓപ്ഷൻ ബി PK തുങ്കൻ കമ്മിറ്റി. 22ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ആരാണ് നിയോജക മണ്ഡലങ്ങളിൽ സംവരണ മണ്ഡലങ്ങൾ തീരുമാനിക്കുന്നതെന്ന് കണ്ടെത്തുക? ഇന്ത്യയിൽ ആരാണ് നിയോജക മണ്ഡലങ്ങളിൽ സംവരണ മണ്ഡലങ്ങൾ തീരുമാനിക്കുന്നതെന്ന് കണ്ടെത്തുക? ആൻസർ ഓപ്ഷൻ സി അതിർത്തി നിർണയ കമ്മീഷൻ. 23ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ഫെഡറൽ വ്യവസ്ഥയിൽ വിവാദമായ പദവി? താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ഫെഡറൽ വ്യവസ്ഥയിൽ വിവാദമായ പദവി? ആൻസർ ഓപ്ഷൻ ഡി ഗവർണർ. 24ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഏതെല്ലാം സംസ്ഥാനങ്ങളിലാണ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ നിലവിലുള്ളത്? ഇന്ത്യയിൽ ഏതെല്ലാം സംസ്ഥാനങ്ങളിലാണ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ നിലവിലുള്ളത്? മഹാരാഷ്ട്ര, കർണാടകം, ബീഹാർ. ആൻസർ ഓപ്ഷൻ ഡി. 25ാമത്തെ ക്വസ്റ്റ്യൻ, തോമസ് ഹെയർ എന്ന ബ്രിട്ടീഷുകാരനാണ് ഏക കൈമാറ്റ വോട്ട് വ്യവസ്ഥയുടെ ഉപജ്ഞാതാവ്. ഏത് കൃതിയിലാണ് അദ്ദേഹം ഈ വ്യവസ്ഥ അവതരിപ്പിച്ചത്? തോമസ് ഹെയർ എന്ന ബ്രിട്ടീഷുകാരനാണ് ഏക കൈമാറ്റ വോട്ട് വ്യവസ്ഥയുടെ ഉപജ്ഞാതാവ്. ഏത് കൃതിയിലാണ് അദ്ദേഹം ഈ വ്യവസ്ഥ അവതരിപ്പിച്ചത്? ആൻസർ ഓപ്ഷൻ എ ദ ഇലക്ഷൻ ഓഫ് റെപ്രസെന്റേറ്റീവ്സ്. ആൻസർ ഓപ്ഷൻ എ.
26ാമത്തെ ക്വസ്റ്റ്യൻ, നാരി ശക്തിവന്ദൻ അധിനിയം ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചതെന്ന്. നാരി ശക്തിവന്ദൻ അധിനിയം ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചതെന്ന്. 2023 സെപ്റ്റംബർ 28. ആൻസർ ഓപ്ഷൻ ഡി. 27ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏത് സൈനിക വിഭാഗത്തിനാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ നിലവിലുള്ള സുരക്ഷാ ചുമതല? ആൻസർ ഓപ്ഷൻ ബി, CISF. ഇന്ത്യയിലെ ഏത് സൈനിക വിഭാഗത്തിനാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ നിലവിലുള്ള സുരക്ഷാ ചുമതല? ആൻസർ ഓപ്ഷൻ ബി, CISF. 28ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതി? ഓപ്ഷൻ സി, നവജീവൻ. 29ാമത്തെ ക്വസ്റ്റ്യൻ, അയ്യൻകാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ ദിവസവേതനം എത്ര രൂപയാണ് വർദ്ധിപ്പിച്ചത്? ആൻസർ ഓപ്ഷൻ എ, 22 രൂപ. 30ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന ഏത് പ്രസ്ഥാനവുമായി ശ്രീ കുമാര ഗുരുദേവൻ ബന്ധപ്പെട്ടിരിക്കുന്നു? പ്രത്യക്ഷ രക്ഷ ദൈവസഭ. ആൻസർ ഓപ്ഷൻ ഡി. കുമാര ഗുരുദേവൻ ബന്ധപ്പെട്ടിരിക്കുന്നത് പ്രത്യക്ഷ രക്ഷ ദൈവസഭ. ഓപ്ഷൻ ഡി. 31ാമത്തെ ക്വസ്റ്റ്യൻ, ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആര്? ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആര്? ആൻസർ ഓപ്ഷൻ ബി, ചേറ്റൂർ ശങ്കരൻ നായർ. 32ാമത്തെ ക്വസ്റ്റ്യൻ, 2024 തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം. 2024 തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി, തണ്ണീർത്തടവും വെള്ളവും. 33ാമത്തെ ക്വസ്റ്റ്യൻ, ഗ്രാമപഞ്ചായത്തുകൾക്ക് ടാക്സുകൾ ഏർപ്പെടുത്താനും പിരിച്ചെടുക്കാനും അധികാരം നൽകുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ്? ആൻസർ ഓപ്ഷൻ എ, 243H. അനുച്ഛേദം 243H. 34ാമത്തെ ക്വസ്റ്റ്യൻ, 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ഉറപ്പുവരുത്തുന്ന പദ്ധതി ഏത്? ആൻസർ ഓപ്ഷൻ ബി, ആരോഗ്യ കിരണം. 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ഉറപ്പുവരുത്തുന്ന പദ്ധതി ആരോഗ്യ കിരണം. 35ാമത്തെ ക്വസ്റ്റ്യൻ, പെരിയാർ കടുവ സങ്കേതം വ്യാപിച്ചു കിടക്കുന്നത് ഏതൊക്കെ ജില്ലകളിലായിട്ടാണ്? ഇടുക്കി, പത്തനംതിട്ട. ആൻസർ ഓപ്ഷൻ സി, പെരിയാർ കടുവ സങ്കേതം വ്യാപിച്ചു കിടക്കുന്നത് ഏതൊക്കെ ജില്ലകളിലായിട്ടാണ്? ഇടുക്കി, പത്തനംതിട്ട. 36ാമത്തെ ക്വസ്റ്റ്യൻ, രോഗത്തിന്റെ പേരും അതിന്റെ കാരണവും താഴെ തന്നിരിക്കുന്നതിൽ ശരിയായവ ഏതൊക്കെ? രോഗം കാരണങ്ങളാണ് തന്നിരിക്കുന്നത്, ശരിയായിട്ടുള്ളതാണ് ചോദിച്ചേക്കുന്നത്. 1, നിശാന്തത. വൈറ്റമിൻ എയുടെ കുറവ് കൊണ്ട് റെഡോപ്സിന്റെ പുനർനിർമ്മാണം തടസ്സപ്പെടുന്നു. 2, സിറോഫ്താൽമിയ. അക്വസ് ദ്രവത്തിൽ പുനരാഗീരണം നടക്കാത്തതിനാൽ കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്നു. 3, ഗ്ലോക്കോമ. വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം കൊണ്ട് നേത്രാവർണവും കോർണിയയും വരണ്ട് കോർണിയ അധാര്യമായി തീരുന്നു. ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. 1 മാത്രം ശരിയായിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ സി. 37ാമത്തെ ക്വസ്റ്റ്യൻ, മനുഷ്യ ശരീരത്തിലെ ഹീമോഗ്ലോബിനിൽ കാണുന്ന ലോഹം. മനുഷ്യ ശരീരത്തിലെ ഹീമോഗ്ലോബിനിൽ കാണുന്ന ലോഹമാണ് ഓപ്ഷൻ ഡി, ഇരുമ്പ്. 38ാമത്തെ ക്വസ്റ്റ്യൻ, എലിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി. എലിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി ലെപ്റ്റോസ്പൈറ. ഓപ്ഷൻ എ. 39ാമത്തെ ക്വസ്റ്റ്യൻ, ലോകാരോഗ്യ ദിനം 2024 പ്രമേയം ഏതാണ്? ലോകാരോഗ്യ ദിനം 2024 പ്രമേയം എന്റെ ആരോഗ്യം എന്റെ അവകാശം. ഓപ്ഷൻ ബി. 40ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ജീവിതശൈലി രോഗങ്ങളേവ? 1, എംഫിസിമ. 2, ഫാറ്റി ലിവർ. 3, ഹീമോഫീലിയ. 4, സിക്കിൾ സെൽ അനീമിയ. ജീവിതശൈലി രോഗങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. 1ഉം 2ഉം. ആൻസർ ഓപ്ഷൻ എ, എംഫിസിമ, ഫാറ്റി ലിവർ. 41ാമത്തെ ക്വസ്റ്റ്യൻ, വായു മലിനീകരണം നിയന്ത്രിക്കുന്നതിനായി 2020 ഏപ്രിൽ മുതൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ എമിഷൻ സ്റ്റാൻഡേർഡ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, BS6. 42ാമത്തെ ക്വസ്റ്റ്യൻ,
താപനില കൂടുമ്പോൾ ഒരു ദ്രാവകത്തിന്റെ വിസ്കോസിറ്റി? ഓപ്ഷൻ ബി കുറയുന്നു. 43ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായത് ഏത്? ആൻസർ ഓപ്ഷൻ സി, W = P × T. 44ാമത്തെ ക്വസ്റ്റ്യൻ, ഡിജിഡോഗ് എന്ന റോബോട്ടിക് പട്ടിയെ അവതരിപ്പിച്ചത് ഏത് രാജ്യമാണ്? ഡിജിഡോഗ് എന്ന റോബോട്ടിക് പട്ടിയെ അവതരിപ്പിച്ചത് ഏത് രാജ്യമാണ്? ആൻസർ ഓപ്ഷൻ സി, ആൻസർ ഓപ്ഷൻ എ, അമേരിക്ക. 45ാമത്തെ ക്വസ്റ്റ്യൻ, 50 കിലോഗ്രാം മാസുള്ള ഒരു കല്ലും 4.5 കിലോഗ്രാം മാസുള്ള ഒരു കല്ലും 25 മീറ്റർ പൊക്കമുള്ള ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും ഒരുമിച്ച് താഴേക്കിടുന്നു. ഏത് കല്ലായിരിക്കും ആദ്യം താഴെ എത്തുക? ഇവിടെ വായുവിന്റെ പ്രതിരോധം അവഗണിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻസർ ഓപ്ഷൻ സി, രണ്ടും ഒരുമിച്ച്. 46ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ റോക്കറ്റ് വുമൺ എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യയുടെ റോക്കറ്റ് വുമൺ എന്നറിയപ്പെടുന്നത് ഋതു കരുതൽ. ഓപ്ഷൻ ബി. 47, ആനോഡൈസിംഗ് എന്ന പ്രക്രിയ ഏത് ലോഹ സംരക്ഷണത്തിനാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്? ആനോഡൈസിംഗ് എന്ന പ്രക്രിയ ഏത് ലോഹ സംരക്ഷണത്തിനാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി, അലൂമിനിയം. 48ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏത് pH മൂല്യത്തിലാണ് കാൽസ്യം ഹൈഡ്രോക്സി ആപ്പറ്റൈറ്റ് നാശത്തിന് വിധേയമാകുന്നത്? താഴെ പറയുന്നവയിൽ ഏത് pH മൂല്യത്തിലാണ് കാൽസ്യം ഹൈഡ്രോക്സി ആപ്പറ്റൈറ്റ് നാശത്തിന് വിധേയമാകുന്നത്? ആൻസർ ഓപ്ഷൻ എ. 49ാമത്തെ ക്വസ്റ്റ്യൻ, ആവർത്തന പട്ടികയിൽ ഇടത്തുനിന്നും വലതുവശത്തേക്ക് പോകുമ്പോൾ മൂലകങ്ങളുടെ രാസഭൗതിക ഗുണങ്ങളുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത്? ആവർത്തന പട്ടികയിൽ ഇടത്തുനിന്നും വലതുവശത്തേക്ക് പോകുമ്പോൾ മൂലകങ്ങളുടെ രാസഭൗതിക ഗുണങ്ങളുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ സി, ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കാനുള്ള കഴിവ് കൂടുന്നു. 50ാമത്തെ ക്വസ്റ്റ്യൻ, ഓക്സിജൻ മൂലകത്തിന്റെ രൂപാന്തരങ്ങളേവ? ഓക്സിജൻ മൂലകത്തിന്റെ രൂപാന്തരങ്ങൾ O2, O3 and O4. ഓപ്ഷൻ ഡി. 51ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ദ്രാവകാവസ്ഥയിലുള്ള അലോഹം ഏത്? ഓപ്ഷൻ സി, ബ്രോമിൻ. 52ാമത്തെ ക്വസ്റ്റ്യൻ, ശങ്കരൻകുട്ടി മുഖ്യ കഥാപാത്രമായി വരുന്ന ചലച്ചിത്രം ഏത്? ശങ്കരൻകുട്ടി മുഖ്യ കഥാപാത്രമായി വരുന്ന ചലച്ചിത്രം ഏത്? ഓപ്ഷൻ എ, കൊടിയേറ്റം. 53ാമത്തെ ക്വസ്റ്റ്യൻ, ഭാരത പര്യടനം ഏത് വിഭാഗത്തിൽപ്പെടുന്ന കൃതിയാണ്? ഭാരത പര്യടനം ഏത് വിഭാഗത്തിൽപ്പെടുന്ന കൃതിയാണ്? സാഹിത്യ വിമർശനം. ഓപ്ഷൻ ഡി, സാഹിത്യ വിമർശനം. 54ാമത്തെ ക്വസ്റ്റ്യൻ, പ്രസിദ്ധമായ മരാമൺ കൺവെൻഷൻ നടക്കുന്നത് ഏത് നദിയുടെ തീരത്താണ്? ആൻസർ ഓപ്ഷൻ എ, പമ്പ. 55, ഗ്രാൻഡ് സ്ലാം എന്ന പദം ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ സി, ടെന്നീസ്. 56, 2023 സരസ്വതി സമ്മാൻ ലഭിച്ചതാർക്ക്? ഓപ്ഷൻ ബി, പ്രഭാവർമ്മ. 57ാമത്തെ ക്വസ്റ്റ്യൻ, 2024 ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ ഭാഗ്യ ചിഹ്നം? ഓപ്ഷൻ ബി, ഹിമപ്പുലി. 58, സ്വാതന്ത്ര്യം തന്നെ അമൃതം സ്വാതന്ത്ര്യം തന്നെ ജീവിതം പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം ആരുടെ വരികൾ? ഓപ്ഷൻ സി, കുമാരനാശാൻ. 59, ആപ്പിൾ കമ്പനിയുടെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പേര്? ഓപ്ഷൻ സി, മാക് OS. 60, താഴെ പറയുന്നതിൽ സെർച്ച് എഞ്ചിൻ അല്ലാത്തത് ഏത്? ഓപ്ഷൻ ഡി, സഫാരി. 61, PROM PROMന്റെ പൂർണ്ണരൂപം ഏത്? PROMന്റെ പൂർണ്ണരൂപം പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. ആൻസർ ഓപ്ഷൻ സി, പ്രോഗ്രാമബിൾ
റീഡ് ഓൺലി മെമ്മറി. 62 ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് അവസാനമായി ഭേദഗതി ചെയ്ത വർഷം ഏത്? ആൻസർ ഓപ്ഷൻ ഡി 2008. 63 താഴെ പറയുന്നതിൽ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിനെ കുറിച്ച് ശരിയല്ലാത്തത് ഏത്? ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിനെ കുറിച്ച് ശരിയല്ലാത്തത് ഏത്? ഓപ്ഷൻ സി കൂടിയ ഇലക്ട്രോമാഗ്നറ്റിക് ഇന്റർഫെറൻസ്. 64 താഴെ പറയുന്നവയിൽ ഏതാണ് വിവരാവകാശ നിയമം 2005 പ്രകാരം ഒഴിവാക്കിയിട്ടില്ലാത്തത്? 1 എ വിദേശ സർക്കാരിൽ നിന്നും രഹസ്യമായി ലഭിച്ച വിവരങ്ങൾ. ബി ഫയലുകൾ, രജിസ്റ്ററുകൾ ഉൾപ്പെടെയുള്ള എല്ലാ രേഖകളുടെയും പരിശോധനയ്ക്കുള്ള അവകാശം. സി വാണിജ്യ രഹസ്യവും വ്യാപാര രഹസ്യവും ബൗദ്ധിക സ്വത്തുക്കൾ ഉൾപ്പെടെയുള്ള വിവരത്തിന്റെ വെളിപ്പെടുത്തൽ. ഡി മേൽപ്പറഞ്ഞവയെല്ലാം. ഓപ്ഷൻ ബി ആണ് ഒഴിവാക്കിയിട്ടില്ലാത്തത്. 65 പോക്സോ നിയമം 2012 എത്ര വകുപ്പുകളാണുള്ളത്? പോക്സോ നിയമം 2012 എത്ര വകുപ്പുകളാണുള്ളത്? ഓപ്ഷൻ ബി 46. 66 ഗാർഹിക പീഡന നിരോധന നിയമം 2005 വകുപ്പ് പ്രകാരം 2005 വകുപ്പ് 2B പ്രകാരം കുട്ടിയുടെ നിർവചനത്തിൽ വരുന്ന വിഭാഗങ്ങൾ ഏതൊക്കെയാണ്? 18 വയസ്സിൽ താഴെയുള്ള ഏതൊരു വ്യക്തിയും. ഓപ്ഷൻ സി. 67 SC/ST വിഭാഗങ്ങൾക്കെതിരായ അക്രമ നിരോധന നിയമം പാർലമെന്റ് പാസാക്കിയത് ഏത് വർഷമാണ്? ഓപ്ഷൻ ഡി 1989. 68 ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം താഴെ പറയുന്നവയിൽ ഏതാണ് ഉപഭോക്താവിന്റെ അവകാശം അല്ലാത്തത്? ഓപ്ഷൻ സി ചൂഷണം ചെയ്യപ്പെടാനുള്ള അവകാശം. 69 ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ. ഓപ്ഷൻ ബി ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര. 70ാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ. ഓപ്ഷൻ സി ശ്രീ BS മാവോജി. 71 ഇനി അങ്ങോട്ട് മാത്സ് ആണ്, ആൻസർ പറഞ്ഞു പോവാം. 71 ബി. 72 ആൻസർ എ ആണ് തന്നിരിക്കുന്നത്. 73 ഓപ്ഷൻ ബി ആണ് തന്നിരിക്കുന്നത്. 74 ഓപ്ഷൻ ബി 150. 75 ഓപ്ഷൻ സി. 76 ഓപ്ഷൻ സി. 77 ഓപ്ഷൻ എ. 78 ഓപ്ഷൻ എ തന്നെയാണ്. 79 ഓപ്ഷൻ ബി. 80 ഓപ്ഷൻ സി. 81 ഇംഗ്ലീഷ് ആണ്. ഇംഗ്ലീഷ് 81 മുതൽ 90 വരെ. 81ന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 82 ഓപ്ഷൻ എ. 83 ഓപ്ഷൻ ഡി. 84ാമത്തെ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. 85 ഓപ്ഷൻ സി. 86 ഓപ്ഷൻ ഡി. 87 ഓപ്ഷൻ സി. 88 ബി. 89 ബി. 90 ഓപ്ഷൻ സി. 91 മുതൽ മലയാളമാണ്. 91 മാവ് എന്ന പദത്തിന്റെ പര്യായ ശബ്ദമല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി വരകം. 92 ശരിയായ പദമാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി കവയിത്രി.
93 വിദ്വാൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗ രൂപമാണ് ചോദിച്ചിരിക്കുന്നത്, വിദുഷി. 94 അശ്വത്ഥം എന്ന പദത്തിന് സമാനാർത്ഥമായി വരുന്ന പദമാണ് ചോദിച്ചിരിക്കുന്നത്, ഓപ്ഷൻ എ അരയാൽ. 95 ഒറ്റപ്പദം എഴുതുക, അറിയാനുള്ള ആഗ്രഹം, ജിജ്ഞാസ, ഓപ്ഷൻ ഡി. 96 വിപരീത ശബ്ദമാണ് ചോദിച്ചേക്കുന്നത്, സ്വകീയം പരകീയം, ഓപ്ഷൻ ബി. 97 പിരിച്ചെഴുതുക, പടക്കളം, ഓപ്ഷൻ സി പട പ്ലസ് കളം. 98 ഓലപ്പാമ്പ് കാട്ടുക എന്ന ശൈലിയുടെ അർത്ഥം, ഓപ്ഷൻ ഡി ഭീഷണിപ്പെടുത്തുക. 99 ശരിയായ വാക്യം കണ്ടെത്തി എഴുതുക. ഗത്യന്തരമില്ലാതെയായപ്പോൾ ലീലയ്ക്ക് വീട് വിൽക്കേണ്ടി വന്നു, ഓപ്ഷൻ ബി. ചേർത്തെഴുതുക, നല് പ്ലസ് നൂൽ, ഓപ്ഷൻ എ നന്നൂൽ. അപ്പോൾ പ്രൊവിഷണൽ ആൻസർ കീ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ചെയ്തത്. വിശദമായിട്ട് നമുക്ക് പിന്നാലെ വീഡിയോ ചെയ്യാം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.